നമസ്തേ. രാമായണ വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാവണൻ്റെ സന്നിധിയിലെത്തിയിട്ട് ശൂർപ്പണഖ തൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് രാവണൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ്റെ ബലഹീനത അറിയുന്ന ശൂർപ്പണഖ പറഞ്ഞത്, ഞാൻ രാമനെ തൻ്റെ ഭർത്താവായിട്ട് വരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ആ സമയത്ത് സീതാദേവിയെ ആക്രമിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അവസ്ഥ എന്നല്ല പറയുന്നത്, മറിച്ച് അവിടെ വളരെ സുന്ദരിയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ മാതിരി ഒരു സ്ത്രീയെ കണ്ടു. അവൾ നിൻ്റെ ഭാര്യയായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നി. അതാണ് വാക്കുകൾ എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കണതെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള അവളെ നിൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരണ സമയത്താണ് അഗ്രജൻ്റെ വാക്ക് കേട്ടിട്ട് ഉഗ്രനായിട്ടുള്ള അവരജൻ അനുജൻ, അഗ്രജൻ്റെ മനസ്സറിഞ്ഞിട്ട് ചെയ്യണ ആൾ ഉഗ്രന. ലക്ഷ്മണൻ ചെയ്യുമ്പോഴത് ഉഗ്രമായിട്ട് ചെയ്യും, നമ്മൾ വിചാരിക്കണതിനപ്പുറം ചെയ്യും. അതാണ് ലക്ഷ്മണൻ്റെ സ്വഭാവം. പെട്ടെന്നൊന്ന് ക്രോധം കൂടുതലാണ് അദ്ദേഹത്തിന്. അത് രാമായണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കാണാം. ആ ക്രോധം നന്മയിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. മഹത്തുക്കളുടെ ക്രോധത്തിൻ്റെ പ്രത്യേകത അതാണ്. അവർ അത് ലോക നന്മയ്ക്ക് ഉപയോഗിക്കും. അങ്ങനെ ക്രുദ്ധനായിട്ടുള്ള ലക്ഷ്മണൻ തൻ്റെ അംഗവിച്ഛേദം നടത്തി. ഇതറിഞ്ഞപ്പോൾ രാവണൻ അതിയായിട്ടുള്ള ദേഷ്യമുണ്ടായി. കാരണം സഹോദരിയെ ആക്രമിച്ചു എന്നതിലുപരി സീതാദേവിയെ പറ്റിയിട്ടാണ് രാവണൻ ചിന്തിക്കുന്നത്. സാക്ഷാൽ പ്രകൃതിയെപ്പോലും തൻ്റെ വരുതിയിൽ, തൻ്റെ അധീനതയിലാക്കാൻ എന്നുള്ള അവസ്ഥയിൽ രാവണനെത്തി. അതാണ് അഹങ്കാരത്തിൻ്റെ പാരമ്യം. അഹങ്കാരം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് പ്രകൃതിയെപ്പോലും തനിക്ക് വശംവദയാക്കാം എന്നുള്ള ചിന്ത മനുഷ്യന് വരും. ആ സമയത്ത് പ്രകൃതി എപ്പോഴാണോ നമുക്ക് എതിരായിട്ട് തിരിയണത്, ആ സമയത്ത് മനുഷ്യൻ്റെ പതനം ആരംഭിക്കും. രാവണൻ്റെ കഥ അല്ലെങ്കിൽ രാവണൻ്റെ അവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രകൃതി എപ്പോഴാണോ വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുന്നത്, ആ സമയത്ത് ഏതിലാണോ ആ വ്യക്തി ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത്, അവിടെ നിന്നാണ് ആദ്യത്തെ അടി കിട്ടുക, ആദ്യത്തെ നാശം ആരംഭിക്കുക. അങ്ങനെ നാശത്തിനുള്ള ചിന്ത രാവണൻ്റെ മനസ്സിലുണ്ടായി. ആ ചിന്തയും കൊണ്ടാണ് രാവണൻ മാരീചൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാരീചൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ രാമനാമത്തെ തന്നെ സദാ ആശ്രയിച്ച് കഴിയുന്ന ആളാണ്. അങ്ങനെയുള്ള മാരീചൻ രാവണൻ്റെ വരവ് കണ്ടപ്പോൾ മനസ്സിൽ ഊഹിച്ചു, ഇവൻ എന്തിനാ വരണത്? എന്തെങ്കിലും ലോകോപദ്രവകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാലും ബന്ധുവാണ്, രാവണൻ്റെ മാതുലനാണ്. ചെന്ന് ഗാഠമായിട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഹിതകരമായിട്ടുള്ള അധാർമികമല്ലാത്ത ഏത് കാര്യവും ഞാൻ ചെയ്തു തരും. അതാണ് രാമബാണത്തിൻ്റെ ശക്തി. ഒരു തവണ ആ ബാണം പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ധർമ്മിഷ്ഠനായിട്ട് മാറും. അവസാനം രാവണൻ തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ മാരീചൻ രാവണനോട് പറയുകയാണ്, നിനക്ക് നാശത്തിനുള്ള വഴി ആരാ പറഞ്ഞു തന്നത്? ഈ കാര്യം നിന്നോട് പറഞ്ഞു തന്ന വ്യക്തി നിൻ്റെ നാശം കാക്ഷിക്കുന്ന ആളാണ്. എന്തായാലും നിൻ്റെ നല്ലത് ചിന്തിക്കുന്ന ആളല്ല. അവരെ പെട്ടെന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ. എന്നാലും ആപത്ത് വരണ സമയത്ത് എന്ത് ചെയ്യില്ല? നല്ലവരുടെ വാക്കുകൾ, ധാർമ്മികമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ കയറില്ല. അതാണ് മനസ്സിൻ്റെ കുഴപ്പം. വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾക്ക് മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഒരു ചെറിയ തുള്ളി വിഷത്തിന് മനസ്സിനെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും, ധാർമ്മികമായിട്ടുള്ള വാക്കുകളെക്കാളും. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അഹങ്കാരം അത്രയും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നല്ലതൊന്നും എന്ത് ചെയ്യില്ല, മനസ്സിൽ കയറില്ല. അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ് രാവണൻ. ഇപ്പോഴും മാരീചൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവണൻ മാരീചനോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വാളിന് നീ ഇരയാവും. മാരീചൻ വിചാരിച്ചു, സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണമേറ്റ് മരണപ്പെടുകയാണെങ്കിൽ അത് മോക്ഷമാണ്. രാമബാണം എന്ന് പറഞ്ഞാൽ രാമനാമമാണ്. അത് ഏറ്റിട്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് രാമൻ്റെ നാമം, ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമത്തെ ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്ന് സാരം. ഇതൊക്കെ ആചാര്യന്മാർ കഥകളിൽ പൊതിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥ മോക്ഷത്തിലേക്ക് നയിക്കും. ഭഗവാന്റെ നാമം അവസാനം ചിന്തിക്കാൻ കഴിഞ്ഞാൽ, നാക്കതിന് വളയുന്നുണ്ടെങ്കിൽ, അവസാന നിമിഷം ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ മോക്ഷമാണ്. ഈ ദുഷ്ടൻ്റെ ആയുധം ഇട്ടിട്ട് മരിക്കണതിലും നല്ലത് ഭഗവാന്റെ രാമബാണം ഏറ്റിട്ട് മരിക്കുകയാണെന്ന് വിചാരിച്ച് മാരീചൻ രാവണൻ്റെ കൂടെ നടക്കുകയാണ്. സീതാദേവിയെ കബളിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ ദേവിയുടെ അടുത്ത് നിന്ന് അകറ്റി ആ ദേവിയെ കട്ടുകൊണ്ടുപോരാൻ വേണ്ടിയിട്ട് രാവണൻ്റെ പദ്ധതികളാണ്. ഈ സമയത്ത് സീതാദേവിയെ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി അഗ്നിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രകൃതിയെ രാവണന് തൊടാൻ പോലും പറ്റണില്ല. പക്ഷേ രാവണൻ്റെ സർവനാശത്തിന് ആ പ്രകൃതി എതിരായപ്പോൾ തുടക്കമുണ്ടാവും. പിന്നീടാണ് രാവണൻ്റെ പതനം നമ്മൾ കാണുക. ആ പ്രകൃതിയെ സദാ നമസ്കരിക്കുക, ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ മനസ്സിൽ കൊണ്ടുവരിക. ഭഗവാൻ ഉള്ളിടത്തോളം കാലം ആ മനസ്സെന്ത് ചെയ്യില്ല, അധർമ്മത്തിൽ പോയില്ല, ധർമ്മത്തിലേക്ക് മാത്രം നയിച്ചുകൊണ്ടിരിക്കും. ധർമ്മത്തിൽ രമിപ്പിക്കും ഭഗവാൻ. അതാണ് രാമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ. രമിപ്പിക്കുന്നവനാണ്, ധർമ്മത്തിൽ പരമാനന്ദത്തിൽ രമിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ പരമാനന്ദത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ
അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.